നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. CPM നേതാവ് VR സജിക്കെതിരെ നടപടി സ്വീകരിക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന DYSP ഓഫീസ് മാർച്ച് നടത്തി. റവന്യൂ വകുപ്പ് ജീവനക്കാർ NGO യൂണിയൻ നേതൃത്വത്തിൽ കളക്ടറേറ്റ് താലൂക്ക് ഓഫീസുകൾക്ക് മുന്നിൽ പ്രകടനം നടത്തി. തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന പ്രകടനം S. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം ചെറുതോണിയിൽ നടന്നു. ചെറുതോണി ജില്ലാ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. PMAY പദ്ധതിയുടെ ഇളന്തേശം ബ്ലോക്ക് തല നിർമ്മാണ ഉദ്ഘാടനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ഉമ്മൻചാണ്ടി സ്മാരക സ്നേഹവീടുകളുടെ നിർമ്മാണം ആരംഭിച്ചു. ഉടുമ്പന്നൂർ കുളപ്പാറ കുരിശുപള്ളിക്ക് സമീപം നിർമ്മിക്കുന്ന 3 വീടുകളുടെ നിർമ്മാണമാണ് തുടങ്ങിയത്. വാർത്തകൾ വിശദമായി. കട്ടപ്പന റൂറൽ ബാങ്കിലെ നിക്ഷേപം തിരികെ ചോദിച്ച സാബുവിനെ കയ്യേറ്റം ചെയ്ത ബാങ്ക് ജീവനക്കാർക്കെതിരെയും സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPM നേതാവ് VR സജിക്കെതിരെയും നടപടി സ്വീകരിക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന DYSP ഓഫീസ് മാർച്ച് നടത്തി. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്റ്റി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന ASP ഓഫീസിൽ മാർച്ച് നടന്നു. കട്ടപ്പന റൂറൽ ബാങ്കിലെ നിക്ഷേപം തിരികെ ചോദിച്ച വ്യാപാരി മുളങ്ങാശ്ശേരി സാബുവിനെ കയ്യേറ്റം ചെയ്ത ബാങ്ക് ജീവനക്കാർക്കെതിരെയും സാബുവിനെ ഭീഷണിപ്പെടുത്തിയ CPM നേതാവ് VR സജിക്കെതിരെ നടപടി സ്വീകരിക്കാത്ത കട്ടപ്പന പോലീസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന DYSP ഓഫീസ് മാർച്ച് ഇടുക്കി കവലയിൽ നിന്ന് ആരംഭിച്ചു. കട്ടപ്പന DYSP ഓഫീസിനെ ലക്ഷ്യമാക്കി ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി ഉദ്ഘാടനം ചെയ്തു. കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യും വരെ സാബുവിന്റെ കുടുംബത്തിനൊപ്പം കോൺഗ്രസ് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. ഭാര്യയുടെ ചികിത്സാ ആവശ്യത്തിന് പണം തിരികെ ചോദിച്ചപ്പോൾ അപമാനിക്കപ്പെട്ടതിൽ മനം നൊന്താണ് സാബു ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യാക്കുറിപ്പും ശബ്ദരേഖയും ഉണ്ടായിട്ടും ഭരണം നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് പോലീസ് നിഷ്ക്രിയമായി നിൽക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. സാബുവിന്റെ മരണത്തിന് ഉത്തരവാദി CPM-ഉം സാബുവിന്റെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദി കേരള പോലീസുമാണെന്ന് ജോയി വെട്ടിക്കുഴി ആരോപിച്ചു. നവീൻ ബാബുവിനെ മാരിച്ചതിന്റെ ആത്മഹത്യ ചെയ്തതിന്റെ പ്രേരണ കുറ്റത്തിലാണ് ശ്രീമതി PPTVക്കെതിരെ കേസെടുത്തത്. നിങ്ങളിപ്പോൾ നിങ്ങൾ വയനാട്ടിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ നിങ്ങൾ കേസെടുത്തിട്ടുണ്ട്. അവിടെയെല്ലാം പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ നിങ്ങൾക്ക് അറിയാമായിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് കട്ടപ്പനയിൽ പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ലാത്തത്? ആരാണ് നിങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്? ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ കേസെടുക്കാത്തത്? ഈ കുടുംബത്തിന് നീതി കിട്ടണ്ടേ? നിങ്ങൾ നീതി നടത്താൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ പോലീസിന്റെ പണി ചെയ്യുന്നത് എന്ന് നിങ്ങൾ ജനങ്ങളോട് പറയാൻ നിങ്ങൾ തയ്യാറാവണം. എത്രയോ നീതിരഹിതമായ ഈ നാട്ടിൽ നീതി നടപ്പാക്കുന്നതിന് വേണ്ടി, സമാധാനം നടപ്പാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ നികുതിയിൽ നിന്നും ശമ്പളം പറ്റുന്ന നിങ്ങൾ, ഇതാണോ നിങ്ങൾ ജനങ്ങളോട് കാണിക്കേണ്ടത്? ഇതാണോ നിങ്ങൾ കാണിക്കേണ്ട നീതി? നിങ്ങൾ നീതി ആ കുടുംബത്തോട് നിങ്ങൾ കാണിക്കണ്ടേ? പാവപ്പെട്ട ആ അമ്മ, അദ്ദേഹം മരിച്ച സാബു മരിച്ചതിന്റെ 11ാമത്തെ ദിവസം ചങ്കുപറ്റി മരിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. നിങ്ങൾ ഒരുപക്ഷെ കേസെടുത്തിരുന്നു എങ്കിൽ, നിങ്ങളെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ആ പാവപ്പെട്ട അമ്മ ചങ്കുപറ്റി മരിക്കുമായിരുന്നില്ല. 2 മരണമാണ്. ഒന്ന് സാബുവിന്റെ മരണം. സാബുവിന്റെ മരണത്തിലൂടെ ഒരു പാവപ്പെട്ട അമ്മയുടെ ദയനീയമായ മരണം. ഇതിനെല്ലാം ഉത്തരവാദികൾ എന്ന് പറയുന്നത്, ആദ്യത്തെ മരണത്തിന് ഉത്തരവാദി CPM ആണെങ്കിൽ പാവപ്പെട്ട അമ്മയുടെ മരണത്തിന്റെ ഉത്തരവാദി കേരളത്തിലെ പോലീസാണ് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
KPCC സെക്രട്ടറി തോമസ് രാജൻ, നേതാക്കളായ അഡ്വക്കേറ്റ് സേനാപതി വേണു, ജോർജ് ജോസഫ് പടവൻ, MD അർജുനൻ, അഡ്വക്കേറ്റ് KJ ബെന്നി, KB സെൽവം, ജെയ്സൺ K ആന്റണി, മനോജ് മുരളി തുടങ്ങിയവർ സംസാരിച്ചു. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിന് കൂച്ചുവിലങ്ങിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം മറ്റ് ഏജൻസിയെ ഏൽപ്പിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ജോസ് മുത്തനാട്ട്, ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, ബീന ടോമി, മിനി സാബു, സിജു ചക്കുമുട്ടിൽ, അനീഷ് മണ്ണൂർ, PM ഫ്രാൻസിസ്, ലിനീഷ് അഗസ്റ്റിൻ, ജെയിംസ് കാപ്പൻ, ഷാൽ വീട്ടിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. റവന്യൂ വകുപ്പിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജീവനക്കാർ NGO യൂണിയന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ്, താലൂക്ക് ഓഫീസുകൾക്ക് മുന്നിൽ പ്രകടനം നടത്തി. തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന പ്രകടനം NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ പങ്കെടുത്തു. VFA തസ്തികയുടെ പദവിയും ചുമതലയും ഉയർത്തി നിശ്ചയിക്കുക, സ്റ്റാഫ് പാറ്റേൺ കാലോചിതവും ശാസ്ത്രീയവുമായി പുനഃസംഘടിപ്പിക്കുക, ഗ്രൂപ്പ് വില്ലേജുകളെ സ്വതന്ത്ര വില്ലേജുകളാക്കുക, ജില്ലയ്ക്കകത്തുള്ള പൊതു സ്ഥലം മാറ്റത്തിന് നടപടി സ്വീകരിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് റവന്യൂ വകുപ്പ് ജീവനക്കാർ NGO യൂണിയൻ നേതൃത്വത്തിൽ കളക്ടറേറ്റ്, താലൂക്ക് ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം നടത്തിയത്. തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന പ്രകടനം NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അടിയന്തരമായി പൊതുസ്ഥലം മാറ്റം മാനദണ്ഡ പ്രകാരം നടപ്പിലാക്കണമെന്നാണ് നമ്മൾ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് BFAമാരെ സംബന്ധിച്ചാണ്. ഒരു ഘട്ടത്തിൽ 7ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകളെ BFAമാരായി ഈ സർവീസിൽ എടുത്തിരുന്നത്. ഈ ഓഫീസിൽ വരുന്ന ആളുകൾക്ക് ഗവൺമെന്റ് നൽകുന്ന നോട്ടീസുകൾ അവരുടെ അരിക്കൽ കൊണ്ടുപോയി നൽകുവാനും അതോടൊപ്പം ഓഫീസുകളിൽ ലഭിക്കുന്ന കരവുമായും മറ്റ് ഫീസുകളുമായും റവന്യൂ റിക്കവറിയൊക്കെ ആയിട്ട് ലഭിക്കുന്ന പണം കൊണ്ടുപോയി ബാങ്കുകളിലോ മറ്റ് താലൂക്ക് ഓഫീസുകളിലോ കൊണ്ടുപോയി അടയ്ക്കുന്ന ജോലി മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. അവർക്ക് മറ്റ് ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് വില്ലേജ് ഓഫീസുകളുടെ ജോലി സ്വഭാവവും ജോലി രീതിക്കുമെല്ലാം വലിയ മാറ്റം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓഫീസുകളിൽ ഇപ്പോൾ പോയി നോട്ടീസുകൾ കൊടുക്കേണ്ട രീതി വന്നിട്ടില്ല. മറ്റ് ആധുനിക മാർഗങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പണം അടയ്ക്കുന്നത് പോലും ഓൺലൈനായി പണം അടയ്ക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അത് ബാങ്കുകളിൽ കൊണ്ടുപോയി അടയ്ക്കണമെങ്കിൽ അത്തരം ജോലിക്ക് പ്രത്യേകമായ ഒരാളെ നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് സംസ്ഥാനത്ത് VFAമാരായിരിക്കുന്ന ആളുകളെല്ലാം നല്ല യോഗ്യതയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറെ കാലമായി VFAമാരുടെ ജോലി സ്വഭാവത്തിൽ മാറ്റം വരുത്തണമെന്നും അവരുടെ യോഗ്യത ഉയർത്തി നിശ്ചയിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് NGO യൂണിയൻ വർഷങ്ങളായി ഈ മുദ്രാവാക്യം വച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ TG രാജീവ്, ജോബി ജേക്കബ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KA ബിന്ദു, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ KS ഷിബുമോൻ, PM മുഹമ്മദ് ജലീൽ, MM റംസീന എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ജില്ലാതല കേരളോത്സവം അക്വാറ്റിക് മത്സരങ്ങളുടെ ഉദ്ഘാടനം കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ അധ്യക്ഷത വഹിച്ചു. മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ജില്ലാതല കേരളോത്സവം വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിൽ സംഘടിപ്പിച്ചു. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. കൊച്ചുകുട്ടികളെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിലെ പാർട്ടിസിപ്പേഷൻ എപ്പോഴും വളരെ ഗുണപ്രദമാണ്. ഇതിലൊരു സർട്ടിഫിക്കറ്റ് അവർക്ക് ഭാവി കാര്യങ്ങൾക്കും വളരെ ഗുണപ്രദമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം. നിങ്ങളിപ്പോൾ നിന്ന് കാല് കഴിച്ചുവെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇതിനുള്ള കാര്യങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തണം. ഇവിടെയാണെങ്കിൽ തന്നെ നമുക്കിത് ആദ്യം തന്നെ നമ്മുടെ കേരളോത്സവത്തിന്റെ ജില്ലാ പഞ്ചായത്ത് മത്സരം കോടിക്കുളം പഞ്ചായത്ത് കിട്ടിയതിൽ തന്നെ വളരെ നമ്മൾ അഭിനന്ദനം അർഹിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ പ്രധാന കാരണക്കാരൻ നമ്മുടെ ബിരുസാറാണ്. കാരണം വെച്ചാൽ ഇത്രയും നല്ല രീതിയിൽ ഒരു പൂൾ ഇവിടെ പണിത് പരിപാലിച്ചുകൊണ്ട് ജില്ലയ്ക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ മത്സരങ്ങളാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ മത്സരങ്ങളാണെങ്കിലും ശരി, ജില്ലാ ഏതാണെങ്കിലും ശരി, അപ്പോൾ രണ്ട് കൈകൊണ്ടും കൂടി ഏറ്റെടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചു തരാൻ സാർ എപ്പോഴും, കാരണം ഞാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് വന്നു പോലുമില്ല. അവസാനം എല്ലാം തീർന്നപ്പോഴാണ് എനിക്ക് വരാൻ പറ്റുക. അദ്ദേഹം അതെല്ലാം വളരെ ഭംഗിയായിട്ട് നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ പോൾസൺ മാത്യു, സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിനിമോൾ TC, ബേബി വർഗീസ്, ഡോക്ടർ ഫെബിൻ, വിനോൺസൺ ജേക്കബ് എന്നിവർ ആശംസകൾ നേർന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റജി സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് ഒഫീഷ്യൽ വിജേഷ് KS കൃതജ്ഞതയും രേഖപ്പെടുത്തി. തുടർന്ന് വിവിധ മത്സരങ്ങൾ നടത്തിയ ശേഷം വിജയികൾക്ക് സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു.
ന്യൂസ് ബ്യൂറോ, മണ്ടമറ്റം. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം ചെറുതോണിയിൽ നടന്നു. ചെറുതോണി ജില്ലാ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ പങ്കെടുത്തു. കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഏറ്റവും വലിയ സംഘടനയായ കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ 9ാം സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് ഇടുക്കി ജില്ലാ സമ്മേളനം നടന്നത്. KJU ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബിജു ലോട്ടസ് അധ്യക്ഷത വഹിച്ച യോഗം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സജീവമായ സാന്നിധ്യം ഏത് രാഷ്ട്രീയ പദവിയും ഏത് വിഷയത്തിലുള്ള ഇടപെടലുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചെയ്തെടുത്താലും എന്നാൽ അത്തരം ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ വരുമ്പോൾ അങ്ങനെ സ്വീകരിക്കാൻ നിലയിൽ അതിനെ സ്വീകരിക്കാൻ സാധ്യത ചെയ്യാൻ അപ്പോൾ വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് സത്യത്തിൽ പ്രാദേശിക തലത്തിലുള്ള ഇത്തരം ജേർണലിസ്റ്റുകളുടെ ഭാഗത്തുണ്ടാകും. അതിൽ ശരിയായിട്ടാണ് ജനങ്ങളെ അസ്ഥിയോട് ചേർത്ത് നിർത്താൻ കഴിയുന്ന പ്രശ്നങ്ങളാണ്. അത് ചെറുതാകാൻ വിടുക ഒരുപക്ഷെ തെറ്റ് നിലത്തിൽ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത പോകുന്നതാണ്. പക്ഷെ അതിലെത്തുന്ന നടത്തുന്ന പരിശ്രമങ്ങളിൽ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നവരാണ് ഈ ഓരോരുത്തരും എന്നതുകൊണ്ട് ഈ ജില്ലാ കമ്മിറ്റിയിലെ പ്രസിഡന്റിനെയും ഭാഗമായിട്ട് ഓരോരുത്തരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ വ്യവസ്ഥ ആദ്യമായി തന്നെ ഉപയോഗിക്കും. മുതിർന്ന മാധ്യമപ്രവർത്തകരെ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ചടങ്ങിൽ ആദരിച്ചു. അംഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. ആശംസ അറിയിച്ച കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി, സജി തടത്തിൽ, ഔസേപ്പച്ചൻ ഇടക്കുളം എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം KJU സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഭാരവാഹികളായ KC സ്മിജൻ, MA ഷാജി, EP രാജീവ്, KS മധു എന്നിവർ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. UDF ഇടുക്കി വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും പുതിയതായി നടപ്പാക്കാൻ ശ്രമിക്കുന്ന വനനിയമ ഭേദഗതിക്കെതിരെ സമര പ്രഖ്യാപനവും സംഘടിപ്പിച്ചു. തോപ്രാംകുടിയിൽ സംഘടിപ്പിച്ച പരിപാടികൾ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം MP അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. നിർമ്മാണ നിരോധനവും വന്യമൃഗ ആക്രമണവും പ്രാകൃത വന നിയമങ്ങളും ഉൾപ്പെടെ ഇടുക്കിയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നടപടികൾ ഒഴിവാക്കേണ്ടതിന് പകരം കടുത്ത വന നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്ന സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ചാണ് UDF വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. തോപ്രാംകുടി ടൗണിൽ നടന്ന സമരപരിപാടികൾ ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതിയിലും സമയബന്ധിതമായി സർക്കാർ അഭിപ്രായം രേഖപ്പെടുത്താത്തതാണ് തുടരെ കോടതിയിൽ നിന്ന് പോലും കർഷകർക്കെതിരായ ഉത്തരവുകൾ ഉണ്ടാവാൻ കാരണമെന്ന് പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ആരാണ് വനംവകുപ്പ് മന്ത്രി? മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അദ്ദേഹം ഗവർണർക്ക് എഴുതി കൊടുത്ത ലിസ്റ്റിലുള്ള വനംവകുപ്പിന്റെ മന്ത്രിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ക്യാബിനറ്റ് തീരുമാനിച്ച ഉത്തരവാണ്, അല്ലെങ്കിൽ ഗസറ്റ് നോട്ടിഫിക്കേഷനായി പുറത്തു വന്നിട്ടുള്ള ഗവൺമെന്റ് തീരുമാനമാണ്. ആ തീരുമാനത്തെക്കുറിച്ചാണ് ഇടതുപക്ഷ നേതാക്കന്മാർ പറയുന്നത്. എന്നിട്ട് ഈ വനംവകുപ്പ് മന്ത്രി മാത്രമാണ് ഇതിന്റെ ഉത്തരവാദി എന്നും കൂടി പറയും. മറ്റേതെങ്കിലും ഒരു കാര്യം കാണിച്ചാൽ പറയും വനം വകുപ്പാണ്, ഇവിടെ ഈ നാട്ടിലുള്ള റേഞ്ച് ഓഫീസറാണ്, DFO ആണ്, അതിനപ്പുറത്തുള്ള CCF-ഉം PCCF-ഉം ഒക്കെയാണ്, മര്യാദയ്ക്ക് നിന്നുകൊള്ളണം എന്നൊക്കെ പറഞ്ഞ് M. മണിയെ പോലെയുള്ള ആളുകളുടെ ഭീഷണിയും അതുപോലെ CV വർഗീസിന്റെ ഒരു പുലഭാവത്തിലും ഒക്കെ കുറെ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കാർക്കും യാതൊരു വിവാദമില്ല. വനം വകുപ്പ് നടപ്പാക്കുന്ന നിയമങ്ങളെക്കുറിച്ച് അറിയില്ലെന്നാണ് വനം വകുപ്പ് മന്ത്രി പറയുന്നത്. തന്റെ മന്ത്രിസഭയിലെ ഒരു വകുപ്പ് മന്ത്രി തന്നെ ഇത്തരത്തിൽ ജനദ്രോഹ നിലപാടെടുക്കുന്നത് മുഖ്യമന്ത്രി കണ്ടില്ലെന്ന് നടിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അനുയായികൾ സർക്കാരിനെതിരെ സമരം സംഘടിപ്പിച്ച് ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. വനനിയമത്തിലെ പുതിയ ഭേദഗതികൾ വനാതിർത്തിയിലെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് സൃഷ്ടിക്കുന്നതെന്നും ഈ വിഷയത്തിൽ മലയോര ജനത ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ കോട്ടയം MP അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒട്ടും താമസിയാതെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ
2016 ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അതിൽ തന്നെ നമുക്കറിയാം CPM എന്ന പാർട്ടി ഇവിടെ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കെല്ലാം മുൻപിൽ, പ്രത്യേകിച്ച് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്, കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട്, പട്ടയ സമരങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ എതിരെയുണ്ടായ സമരങ്ങളുടെ എല്ലാം മുൻപന്തിയിൽ നിന്നവരാണ്. ആ കാലഘട്ടത്തിൽ അവർ പറഞ്ഞതൊന്നും ഇവിടുത്തെ ജനങ്ങൾ മറന്നിട്ടില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഏതാനും മാസങ്ങൾ കൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരമുണ്ടാക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ അധികാരം കിട്ടിയിട്ട് എത്ര കാലം കഴിഞ്ഞു? ഏതാണ്ട് രണ്ടാമത്തെ ടേം അവസാനിക്കാറായി. 9 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ പുതിയ പ്രശ്നങ്ങൾ, രൂക്ഷമായിട്ടുള്ള പുതിയ പ്രശ്നങ്ങൾ കൂടി ഇവർ ഉണ്ടാക്കുകയാണ്. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, DCC സെക്രട്ടറി ജെയ്സൺ K. ആന്റണി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, വാത്തിക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ്, മറ്റു നേതാക്കളായ അഡ്വക്കേറ്റ് KK മനോജ്, VA ഉൽഹനാൻ, അഡ്വക്കേറ്റ് KB സെൽവം, ജോയി കൊച്ചുകരോട്ട്, നോബിൾ ജോസഫ്, അനീഷ് ചേനക്കര, അഭിലാഷ് ജോസഫ് ഉൾപ്പെടെ നിരവധി നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു. MPമാർ, പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. PMAY പദ്ധതിയുടെ ഇളന്തേശം ബ്ലോക്ക് തല നിർമ്മാണ ഉദ്ഘാടനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. പദ്ധതിക്കായി നൽകുന്ന തുകയായ 4 ലക്ഷം തീരെ അപര്യാപ്തമായ തുകയാണെന്നും കുറഞ്ഞത് 7 ലക്ഷം രൂപയെങ്കിലും ഒരു വീടിന്റെ നിർമ്മാണത്തിന് അനുവദിക്കണമെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ, MJ ജേക്കബ് എന്നിവർ സംസാരിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തിന് PMAY പദ്ധതിയിൽപ്പെടുത്തി 1662 വീടുകൾ അനുവദിച്ചിട്ടുള്ളതാണ്. പ്രസ്തുത പദ്ധതിയിലേക്കായി ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പ് സാമ്പത്തിക വർഷം 1 കോടി രൂപ വകയിരുത്തിയിട്ടുള്ളതാണ്. പദ്ധതിയുടെ ബ്ലോക്ക് തല നിർമ്മാണോദ്ഘാടനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. PMAY ഭവന പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ 1,20,000 രൂപയും കേരള സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി 2,80,000 രൂപയുമാണ് ഒരു ഭവന നിർമ്മാണത്തിനായി നൽകുന്നത്. നിർമ്മാണ സാമഗ്രികളുടെ വില വർധനവ്, കൂലിച്ചെലവ് വർധനവ്, കെട്ടിട നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിനുള്ള വാഹന ചെലവ് എന്നിവ കണക്കാക്കുമ്പോൾ 4 ലക്ഷം രൂപ എന്നത് തീരെ അപര്യാപ്തമായ തുകയാണെന്നും കുറഞ്ഞത് 7 ലക്ഷം രൂപയെങ്കിലും ഒരു വീടിന്റെ നിർമ്മാണത്തിന് അനുവദിക്കണമെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടന പ്രസംഗത്തിൽ ഉറപ്പ് നൽകി. 1,20,000 എന്നുള്ള ആ ഒരു സെൻട്രൽ ഷെയർ അത് വർദ്ധിപ്പിക്കണമെന്ന് പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കുകയും സർക്കാരിനോട് ഈ വിഷയം ചർച്ച ചെയ്യുന്നതുമായിരിക്കും എന്ന് ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ ഗ്രാമീണ തലത്തിലുള്ള നിരവധിയായ ആവശ്യങ്ങൾ അത് ഒന്നൊന്നായി പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഒരു തദ്ദേശ ഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ കഴിഞ്ഞ 4 വർഷത്തിലധികമായി ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയതായ എല്ലാ പരിശ്രമങ്ങളും, ഈ ബ്ലോക്കിൻ്റെ പരിധിയിലുള്ള എല്ലാ പഞ്ചായത്തുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടത്തിയതായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ലക്ഷ്യാർജ്ജത്തിന് അതീതമായി നിന്നുകൊണ്ട് തന്നെ വികസന കാര്യത്തിലെല്ലാം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് ഒറ്റക്കെട്ടായി തന്നെയാണ് നിൽക്കുന്നത്. അതിൻ്റെ നേട്ടം നമുക്കുണ്ട്. ഇപ്പോൾ മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ധാരാളം പ്രൊജക്റ്റുകൾ ഇളന്തേശത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ കാര്യമല്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ, MJ ജേക്കബ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജിജി സുരേന്ദ്രൻ, നൈസി ഡെനിൽ, ആൻസി സോജൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിമി ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അജയ് AJ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ആൽബർട്ട് ജോർജ്, രവി KK, ഷൈനി സന്തോഷ്, KS ജോൺ, ടെസിമോൾ മാത്യു, മിനി ആന്റണി, മാത്യു K. ജോൺ, ഡാനിമോൾ വർഗീസ് എന്നിവർ സംസാരിച്ചു. ഇളംദേശം ബ്ലോക്ക് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ ശ്രീ സുമേഷ് കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഇളംദേശം. പിണ്ടിമന ഗവൺമെന്റ് UP സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. യോഗം കോതമംഗലം ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ സിമി P. മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ അനീഷ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. പിണ്ടിമന ഗവൺമെന്റ് UP സ്കൂളിൽ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. SMC ചെയർമാൻ അനീഷ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ച യോഗത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ സിമി P. മുഹമ്മദ് നിർവഹിച്ചു. നമ്മുടെ
കുട്ടിയോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് വെച്ചാൽ എൻ്റെ മദർ അല്ലെങ്കിൽ എൻ്റെ ഫാദർ എന്ന് പറയുവാണെങ്കിൽ ആസ് എ പേരൻറ് നമ്മൾ വിജയിച്ചു എന്ന് പറയാം. കാരണം നമുക്കറിയാം നമ്മുടെ കുട്ടികൾ പലതരത്തിലുള്ള സ്ട്രെസ്സിനകത്ത് എത്തിയുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ചെറിയ കുട്ടികളാണ്, ഇനി ഇവർ വളരുന്തോറും ഇവർ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്കാണ് കയറാൻ പോകുന്നത്. അപ്പോൾ പല സിറ്റുവേഷനിലും ഇവർക്ക് പലതരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഇവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കാണാനായിട്ട് ആദ്യം സമീപിക്കേണ്ടത് വേറെ ആരെയും ആയിരിക്കരുത്, നിങ്ങളെ ആയിരിക്കും. കാരണം പേരൻസ് കൊടുക്കുന്ന സൊല്യൂഷൻ്റെ അത്രയും വിലപിടിപ്പുള്ള സൊല്യൂഷൻ വേറെ ഉണ്ടാവില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കും. ശരിയല്ലേ? നമ്മുടെ അടുത്തേക്ക് ഒരു കുട്ടി അവരുടെ ഒരു പ്രോബ്ലവുമായിട്ട് വരുമ്പോൾ നീ അവിടെ അനങ്ങാണ്ടിരിക്കണമെന്നിട്ട് നമ്മൾ ദേഷ്യപ്പെട്ടു എന്ന് കരുതുക. ഈ കുട്ടി ഈ പ്രോബ്ലം കൊണ്ട് അടുത്ത ആരുടെയെങ്കിലും അടുത്ത് ചെല്ലും. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടിക്ക് കിട്ടുന്ന, കാരണം പുറമെയുള്ള സമൂഹം ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനത്തെയാണ്. കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രോഗ്രാം കോർഡിനേറ്റർ ജോൺസൺ കറുകപ്പള്ളിയിൽ ക്ലാസ് നയിച്ചു. ബാങ്കിംഗ് സാക്ഷരതയെക്കുറിച്ച് കോതമംഗലം FLC ജോസ് പോൾ ക്ലാസ് നയിച്ചു. ഷീജ സതീശൻ, ദീപൻ വാസു, രശ്മി ബി, ഹെഡ് മിസ്ട്രസ് ലിജി വി പോൾ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പിണ്ടിമന. ഉമ്മൻചാണ്ടി സ്മാരക സ്നേഹവീടുകളുടെ നിർമ്മാണം ആരംഭിച്ചു. ഉടുമ്പന്നൂർ കുളപ്പാറ കുരിശുപള്ളിക്ക് സമീപം നിർമ്മിക്കുന്ന 3 വീടുകളുടെ നിർമ്മാണമാണ് തുടങ്ങിയത്. അശരണരും സമൂഹത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെയും ചേർത്ത് നിർത്തിയിട്ടുള്ള ജനകീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ ഉണർത്തുന്നതാണ് പദ്ധതിയെന്ന് ട്രസ്റ്റ് ചെയർമാൻ റോയ് കെ പൗലോസ് പറഞ്ഞു. നിയാസ് കൂരാപ്പള്ളി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വീടും സ്ഥലവും ഇല്ലാത്തവർക്കായി വീട് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീട് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം ഉടുമ്പന്നൂർ കുളപ്പാറ കുരിശുപള്ളിക്ക് സമീപം നിർമ്മിക്കുന്ന 3 വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചു. അശരണരും സമൂഹത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെയും ചേർത്ത് നിർത്തിയിട്ടുള്ള ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ ഉണർത്തുന്നതാണ് പദ്ധതിയെന്ന് ട്രസ്റ്റ് ചെയർമാൻ റോയ് കെ പൗലോസ് പറഞ്ഞു. ഉടുമ്പന്നൂർ പഞ്ചായത്തിലും കരിമണ്ണൂർ പഞ്ചായത്തിലുമായിട്ട് താമസിക്കുന്ന സ്ഥലവും വീടുമില്ലാത്ത 3 നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന ഒരു പദ്ധതിക്കാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. നമ്മുടെ സ്നേഹവീട് എന്ന പദ്ധതിയിൽപ്പെടുത്തി KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന നിയാസ് കൂരാപ്പള്ളി അന്തരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലൊരു ട്രസ്റ്റ് രൂപവൽക്കരിച്ചിട്ടുണ്ട്. ആ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് വിവരം ഞാൻ അറിയിക്കുകയാണ്. അതോടനുബന്ധിച്ച് അന്തരിച്ച ബഹുമാന്യനായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിനോടുള്ള സ്നേഹാദരവ് കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു തരത്തിലും ഒരു സഹായവും ലഭ്യമല്ലാത്ത 3 കുടുംബങ്ങളെയാണ് ഈ പദ്ധതിയിലൂടെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ചടങ്ങായിട്ട് ഇതിനു മുമ്പൊന്നും നടത്തിയില്ല. തറപണി പൂർത്തിയാകുന്നതുവരെയും മറ്റ് ചടങ്ങുകളൊന്നും നടത്തിയില്ലായിരുന്നു. ഇപ്പോൾ അവരുടെയും കൂടി ഒരു ആഗ്രഹപ്രകാരമാണ് കട്ടളവെപ്പ് നടത്തുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ അലക്സാണ്ടർ അച്ഛനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തണമെന്ന് തീരുമാനിച്ചത്. വീടുകളുടെ നിർമ്മാണം ആരംഭിക്കുന്ന ചടങ്ങിൽ ഫാദർ അലക്സാണ്ടർ കുരിയിലിക്കാട്ടിൽ, ട്രസ്റ്റ് വൈസ് ചെയർമാൻ ടോണി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ, ജനപ്രതിനിധികളായ മാത്യു കെ ജോൺ, നൈസി ഡെനിൽ, KR സോമരാജ്, ജോൺസൺ കുര്യൻ, കോൺഗ്രസ് നേതാക്കളായ ജാഫർ ഖാൻ മുഹമ്മദ്, നിതിൻ ലൂക്കോസ്, സോയിമോൻ സണ്ണി, MH സജീവ്, OK അഷ്റഫ്, KM ഷാജഹാൻ, സാം ജേക്കബ്, ടോമി മാത്യു എന്നിവർ പങ്കെടുത്തു. മാനുഷിക പ്രവൃത്തിയാണ്. ഉമ്മൻചാണ്ടി എന്ന നല്ല മനുഷ്യൻ്റെ പേര് ഇവിടെ പറയുമ്പോൾ പോലും നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് വരുന്നത് പാവങ്ങളോട് പക്ഷം ചേരുന്ന ആ ഒരു മനസ്സാണ്. അപ്പോൾ ഈ മനസ്സുകളെല്ലാം കൂടെ ഒത്തുചേർന്ന് കൈകോർത്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഭവനങ്ങൾ താമസിയാതെ രൂപപ്പെടട്ടെ എന്നിവിടെ ആശംസിച്ചുകൊണ്ട് ഈ നല്ല സംരംഭത്തിന് മുൻകൈയെടുത്ത എല്ലാ കൈകളെയും ഒരുമിച്ച് ഈ ഭവനം പണി ആരംഭിക്കാമെന്ന് അത്ര പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ
നേതൃത്വത്തിൽ ശബരിമല തീർത്ഥാടകർക്കുള്ള ചുക്കുകാപ്പിയും ലഘുഭക്ഷണ വിതരണവും തൊപ്പിപ്പാളയിൽ ആരംഭിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് സിജോ എവറസ്റ്റ് അധ്യക്ഷത വഹിച്ചു. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ തൊപ്പിപ്പാള അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് ശബരിമല തീർത്ഥാടകർക്ക് ചുക്കുകാപ്പിയും ലഘുഭക്ഷണ വിതരണവും ആരംഭിച്ചത്. 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ഒരു സംഘടന എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഒരു സംഘടനകൾക്ക് മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെച്ച സംഘടനയാണ് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന. ഇത് ഞാൻ വെറുതെ പറയുന്ന വാക്കുകളല്ല. കഴിഞ്ഞ ദിവസം ഞാൻ നടന്ന കാര്യങ്ങളിൽ നമ്മൾ സമൂഹത്തിൽ നമ്മളെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ഒരുപക്ഷെ വലിയ വലിയ ആൾക്കാരെ മതി, പക്ഷേ നമ്മളെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഭാഗവാക്കായി ജീവിക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു സംഘടനയുടെയും അല്ലെങ്കിൽ ഏതൊരു കൂട്ടായ്മയുടെയും ആപ്തവാക്യം അല്ലെങ്കിൽ അവിടെ ലക്ഷ്യം. അത് 100% നടപ്പിലാക്കിക്കൊണ്ടും പ്രവൃത്തി പദത്തിൽ എത്തിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സംഘടനയാണ് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ വെള്ളി ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6:30 മുതൽ രാത്രി 12:30 വരെയാണ് ശബരിമല അയ്യപ്പ ഭക്തർക്ക് ചുക്കുകാപ്പിയും ലഘുഭക്ഷണവും വിതരണം ചെയ്യുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് സിജോ എവറസ്റ്റ് അധ്യക്ഷത വഹിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തങ്കമണി സുരേന്ദ്രൻ, റോയി എവറസ്റ്റ്, ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന രക്ഷാധികാരികളായ ഷാജി നെല്ലിപ്പറമ്പിൽ, KV വിശ്വനാഥൻ, ജനറൽ സെക്രട്ടറി സൂര്യലാൽ കട്ടപ്പന, ക്ഷേത്രം സെക്രട്ടറി മനോഹരൻ കോഴിമല, SNDP ശാഖായോഗം സെക്രട്ടറി ഷാജി, ടോമി ആനിക്കാമുണ്ട, കിഷോർ അശോക, സജീവ് ഗായത്രി, KPM സുനിൽ, പ്രിൻസ് മറ്റപ്പള്ളി, ജോസൻ കെ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടികൾക്ക് എബി രഞ്ജൻ, ശ്രീകുമാർ വാഗമൺ, ബിജോയി സ്വരലയ, സൈജോ ഫിലിപ്പ്, ജാക്സൺ സ്കറിയ, രാജേഷ് സി രാജേന്ദ്രൻ, രാജേഷ് കാഞ്ചിയാർ, ശ്രീകാന്ത് KV, ആശസ് ഓവേലിൽ, ജെറിൻ ജെയിംസ്, EV ഷനിൽ, മാത്യു എണ്ണയ്ക്കൽ, റിനു മാത്യു, അജിത് ശാശേരിൽ, സോജൻ എടക്കര, അരുൺ മോഹൻ, ബിജു മറ്റപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ നേതൃത്വ ക്യാമ്പ് ഇടുക്കിയിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ED സാബു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബിജു മാത്യു അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ക്യാമ്പിൽ സംബന്ധിച്ചു. കേരള കോർപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ നേതൃത്വ ക്യാമ്പ് ഇടുക്കി ലവ് ഹിൽസ് റിസോർട്ടിൽ ചേർന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ED സാബു ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ബിജു മാത്യു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ KK സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ഷാജൻ ജോസഫ് സ്വാഗതം ആശംസിച്ചു. സംസ്ഥാന സെക്രട്ടറി എബ്രാഹിം കുര്യാക്കോസ്, അനൂപ് കോണിക്കൽ, അജേഷ് പി രാജ്, ജയേഷ് കുമാർ, ജിനോഷ് K ജോസഫ്, ലൂക്കോസ് സ്റ്റീഫൻ, ടോം തോമസ്, ഷാംഗ്ലിൻ ജോസ്, അരവിന്ദ് കൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ക്ലാസ് നയിച്ചു. 2016 മെയ് മാസം 25-ാം തീയതി സഖാവ് പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിന്റെ നടയിലേക്ക് കടന്നുപോയി അധികാരത്തിന്റെ അംശമടിയേറ്റു. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് കടന്നുപോയി. ഇന്ന് ഏതാണ്ട് 8 വർഷക്കാലങ്ങൾ അല്ലെങ്കിൽ 8.5 വർഷക്കാലങ്ങൾ പിന്നിടുമ്പോൾ ഒരു മേഖലയും ശരിയാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ചരിത്രത്തിലെ ഏറ്റവും വലിയ പടുകുഴിയിലേക്ക് ഈ കേരളത്തിന്റെ സകലമാന മേഖലയെയും കൊണ്ട് ഭവിച്ചു എന്നതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. എല്ലാ മേഖലയിലേക്കും കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഹകരണ മേഖല മാത്രമെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. ആ സഹകരണ മേഖലയുടെ 2016 അവസ്ഥയും ഈ 2025 ജനുവരി മാസത്തെ അവസ്ഥയും നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക, ഒന്ന് താരതമ്യ പഠനം നടത്തുക. അപ്പോൾ മനസ്സിലാകും ഈ മേഖലയുടെ പോക്ക് എങ്ങോട്ടാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ശൈത്യകാല മഞ്ഞിൽ ഹൈറേഞ്ചിൽ പ്രക്ഷോഭങ്ങളുടെ ചൂടുയർത്തി വനംവകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ വനനിയമത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുവാനൊരുങ്ങി മതസൗഹാർദ്ദ കൂട്ടായ്മയും BJPയും UDF നേതൃത്വവും. 1961 നിലവിലുള്ള വനനിയമം കൊണ്ടുവരുവാനുള്ള സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെയാണ് ഹൈറേഞ്ചിൽ പ്രക്ഷോഭങ്ങൾക്ക് കളമൊരുങ്ങുന്നത്. രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത കരിനിയമമാണ് നടപ്പിലാക്കുവാൻ പോകുന്നതെന്നും പ്രക്ഷോഭക്കാർ പറഞ്ഞു.
1961 നിലവിലുള്ള വനനിയമം മാറ്റി പുതിയ നിയമം കൊണ്ടുവരുവാനാണ് സംസ്ഥാന സർക്കാർ നടപടി തുടങ്ങിയത്. മന്ത്രിസഭ തയ്യാറാക്കിയ ബില്ല് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുവാനാണ് വനം വകുപ്പ് മന്ത്രിയുടെ നീക്കം. ഈ നിയമം നടപ്പിലായാൽ ഇടുക്കി ജില്ലയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം കഷ്ടത്തിലാകുമെന്ന തിരിച്ചറിവ് കൊണ്ടാണ് ജനങ്ങൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം തുടങ്ങുന്നത്. മതസൗഹാർദ്ദ കൂട്ടായ്മയും BJPയും UDFുമാണ് സമരരംഗത്ത് ഇറങ്ങുന്നത്. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത കരിനിയമമാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നതെന്നാണ് ജനങ്ങളുടെ ആശങ്ക. ഈ അവസാനം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ഭീതികരമായി നിൽക്കുന്ന വനഭേദഗതി നിയമം അത് പിൻവലിക്കണമെന്ന ആവശ്യവും ഈ യോഗത്തിൽ നമ്മൾ മുമ്പോട്ട് വയ്ക്കുകയാണ്. നിലവിൽ കേരള പോലീസിന് മാത്രമുള്ള പല അധികാരങ്ങളും വനപാലകർക്ക് ചാർത്തിക്കൊടുക്കുവാനും പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഒരു സാധാരണ ഫോറസ്റ്റ് ഗാർഡിന് പോലും ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വാറണ്ടോ ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിയോ വേണ്ട. നിസ്സാര കാരണങ്ങൾക്കോ വൈരാഗ്യത്തിന്റെ പേരിലോ ഇത് ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന ആക്ഷേപവും ശക്തമാണ്. നിലവിലുള്ള ഏലത്തോട്ടങ്ങളിൽ പകുതിയോളം വരുന്നത് കുത്തകപ്പാട്ട വ്യവസ്ഥയിലുമാണ്. 20 വർഷത്തേക്ക് സർക്കാരിലേക്ക് പാട്ടത്തുക കെട്ടിവെച്ചാണ് ഏലം കൃഷി ചെയ്യുന്നത്. കാലാവധി തീരുന്നതിനനുസരിച്ച് പുതുക്കി നൽകുകയാണ് പതിവ്. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തോളമായി ഇതിന് വിരുദ്ധമായാണ് സർക്കാർ നിലപാടെന്നാണ് ഉയരുന്ന ആരോപണം. കുത്തകപ്പാട്ടം പുതുക്കി നൽകുവാനോ പാട്ടത്തുക ഈടാക്കുവാനോ സർക്കാർ സമ്മതിക്കുന്നുമില്ല. വനവിസ്തൃതി കൂട്ടുന്നതിനും കർഷകരെ സ്വന്തം കൃഷിയിടത്തിൽ നിന്നും ഭാവിയിൽ ഇറക്കി വിടുന്നതിനും ഇടയാക്കുമെന്ന ആശങ്കയിലാണ് ജില്ലയിലെ ജനങ്ങൾ. അതിന്റെ മുന്നോടിയായാണ് പുതിയ കരിനിയമം കൊണ്ടുവരുന്നതെന്ന സംശയവും ജനങ്ങൾക്ക് ഇടയിലുണ്ട്. വനത്തെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കുന്നതിന് നിയമങ്ങൾ നിലവിലുള്ളതാണ്. ഇതൊന്നും കാര്യക്ഷമമായി പാലിക്കാത്ത വനപാലകർക്ക് പോലീസിനുള്ളതിനേക്കാൾ അധികാരം പുതുതായി നൽകുന്നത് ദുരുദ്ദേശപരമാണെന്നും ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞതായും ആക്ഷേപം ഉയരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഇതിൽ തന്നെ 3% വർധനവ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഉണ്ടായതായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആ നിലയിൽ അനാവശ്യമായ പുതിയ നിയമം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ജനദ്രോഹമാണെന്ന തിരിച്ചറിവാണ് പ്രക്ഷോഭങ്ങൾക്ക് കാരണം. പുതിയ വനനിയമത്തിലെ ജനദ്രോഹ വശങ്ങളെക്കുറിച്ച് ആണ് ഇവിടെ പരാമർശിക്കുന്നത്. നിലവിൽ കേരള പോലീസിനുള്ള ചില അധികാരങ്ങൾ വനം വകുപ്പ് ജീവനക്കാർക്കും നൽകുന്നു. ഏതൊരു വ്യക്തിയെയും കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് വാറണ്ടോ ഉന്നതാധികാരികളുടെ മുൻകൂട്ടിയുള്ള അനുമതിയോ ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. വനം കൊള്ളയ്ക്കല്ലാതെ വനത്തിൽ വെറുതെ പ്രവേശിച്ചാൽ പോലും അതിക്രമിച്ചു കയറിയെന്ന കുറ്റവും കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തിയെന്ന ജാമ്യമില്ലാ വകുപ്പും ചുമത്തി അറസ്റ്റും ചെയ്യാം. ഈ അധികാരം വനം വകുപ്പിലെ ഒരു സാധാരണ ഗാർഡിനും വാച്ചർക്കും വരെ ഉണ്ടായിരിക്കും. സാക്ഷിയില്ലെങ്കിലും ഈ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാം. ഹൈറേഞ്ചിലെ ഏലം കർഷകരുടെ കുത്തകപ്പാട്ടം പുതുക്കി നൽകുന്നുമില്ല. ഇതിനർത്ഥം ഇത് വനഭൂമിയാണെന്ന് കണക്കാക്കി കർഷകരെ ഇറക്കിവിടാം എന്ന ആരോപണമാണ് ഉയരുന്നത്. വനഭൂമിയുടെ വിസ്തൃതി കൂട്ടുകയെന്ന ലക്ഷ്യത്തോടുകൂടി നടത്തുന്ന ഈ നിയമം ജനങ്ങളിൽ ഏറെ ആശങ്കയും ഉളവാക്കുന്നു. ആയതിനാൽ തന്നെയാണ് ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നത്. VR വിജയൻ, BBC ന്യൂസ്, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM നേതാവ് VR സജിക്കെതിരെ നടപടി സ്വീകരിക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന DYSP ഓഫീസ് മാർച്ച് നടത്തി. റവന്യൂ വകുപ്പ് ജീവനക്കാർ NGO യൂണിയൻ നേതൃത്വത്തിൽ കളക്ടറേറ്റ് താലൂക്ക് ഓഫീസുകൾക്ക് മുന്നിൽ പ്രകടനം നടത്തി. തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന പ്രകടനം S. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം ചെറുതോണിയിൽ നടന്നു. ചെറുതോണി ജില്ലാ വ്യാപാര ഭവനിൽ നടന്ന പരിപാടി ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. PMAY പദ്ധതിയുടെ ഇളന്തേശം ബ്ലോക്ക് തല നിർമ്മാണ ഉദ്ഘാടനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ഉമ്മൻചാണ്ടി സ്മാരക സ്നേഹവീടുകളുടെ നിർമ്മാണം ആരംഭിച്ചു. ഉടുമ്പന്നൂർ കുളപ്പാറ കുരിശുപള്ളിക്ക് സമീപം നിർമ്മിക്കുന്ന 3 വീടുകളുടെ നിർമ്മാണമാണ് തുടങ്ങിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.